ആനുകൂല്യങ്ങൾ നൽകാൻ ഇക്കുറിയും കടും വെട്ട്. പദ്ധതികൾ പലതും വെട്ടിക്കുറയ്ക്കാൻ സാധ്യത. ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാത്തതിലും ആശങ്ക. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ഇടത് സർക്കാർ. പ്രതിവർഷം 10,000 കോടിയുടെ അധിക ബാധ്യത. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി നടത്തിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിനുണ്ടാക്കുക വലിയ സാമ്പത്തിക ബാധ്യത. പ്രതിവർഷം 10,000 കോടിയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇത്രയും വലിയ ബാധ്യത താങ്ങാൻ പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കുക എന്ന പ്ലാൻ ബി തന്നെയായിരിക്കും ധനവകുപ്പ് സ്വീകരിക്കുക. 63 ലക്ഷം പേരാണ് സാമൂഹ്യ പെൻഷന്റെ ഗുണഭോക്താക്കൾ. ഇവർക്ക് പ്രതിമാസം 400 രൂപ അധികം നൽകുമ്പോൾ 3,000 രൂപയാണ് വർഷം അധികമായി വരിക. പുതുതായി പ്രഖ്യാപിച്ച 1,000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ 31.5 ലക്ഷം സ്ത്രീകൾക്ക് നൽകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതുവഴി 3,800 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് പ്രതിവർഷം സർക്കാരിനുണ്ടാവുക. അങ്ങനെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം ചേർത്ത് പ്രതിവർഷം 10,000 കോടി അധിക ബാധ്യതയുണ്ടാകും സർക്കാരിന്. ഇതെങ്ങനെ കണ്ടെത്തുമെന്നാണ് ചോദ്യം. പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലന്റെ മറുപടി. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അതിനുള്ള വഴി മന്ത്രി വെളിപ്പെടുത്തുന്നില്ല. കടമെടുപ്പാണെങ്കിൽ ഡിസംബർ വരെ കടമെടുക്കാൻ കഴിയുന്ന 29,529 കോടിയിൽ 27,000 കോടിയും എടുത്തു കഴിഞ്ഞു. അതിനാൽ കടമെടുത്ത് മാത്രം പദ്ധതികൾ നടപ്പാക്കാനാകില്ല. പിന്നെയുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്ഷേമ പെൻഷൻ കുടിശ്ശികയും DA/DR കുടിശ്ശികയും കൊടുക്കാൻ ധനവകുപ്പ് പയറ്റിയ പ്ലാൻ ബി ആണ്. അതായത് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ആ തുക ജനപ്രിയ ക്ഷേമ പദ്ധതികൾക്കായി വിനിയോഗിക്കും. ആ മാർഗത്തിലേക്ക് തന്നെയായിരിക്കും ധനവകുപ്പ് കടക്കുക. 10,000 കോടി രൂപയോളം അധിക ചെലവ് പ്രതീക്ഷിക്കുന്ന വാഗ്ദാനങ്ങൾ സർക്കാർ അടുത്ത മാസം മുതൽ തന്നെ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള പണം എവിടെ? ഉത്തരം സിമ്പിളാണ്. കഴിഞ്ഞ വർഷം നിയമസഭയിൽ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ എന്ത് തന്ത്രം പയറ്റിയോ അത് തന്നെ ഇത്തവണയും പ്രതീക്ഷിക്കാം. പദ്ധതികൾക്ക് മേലുള്ള കടും വിട്ട്. ക്ഷേമ പെൻഷനിൽ പ്രഖ്യാപിച്ച വർധന നടപ്പാക്കാൻ മാത്രം മാസം 200 കോടിയിലേറെ രൂപ വേണ്ടിവരും. ജീവനക്കാരുടെ DA വർധനയും സാമ്പത്തിക ഭാരമേറ്റും. പ്രതിമാസ വേതനമായി മറ്റും നൽകുന്നവയെല്ലാം സർക്കാരിന് ഒഴിവാക്കാനോ മാറ്റിവെക്കാനോ ആകാത്ത ബാധ്യതകളാണ്. അതിനാൽ ഇവ നിറവേറ്റാൻ വരുമാനം വർദ്ധിപ്പിച്ചോ ചെലവ് ചുരുക്കിയോ പണം കണ്ടെത്തണം. അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക എന്നത്. കഴിഞ്ഞ വർഷം മിക്ക വകുപ്പുകളിലും 50% പദ്ധതികളാണ് വെട്ടിക്കുറച്ചത്.